26 വർഷമായിട്ട് കുട്ടികൾ അവരുടെ വിജയം, അവരെ തെറ്റുകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം, അല്ലെങ്കിൽ അതിൽ പെടാതിരിക്കാൻ എങ്ങനെ അവരെ പ്രതിരോധിച്ച് നിർത്താം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിരന്തരമായി അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ എന്ത് ചെയ്താൽ അവരെ കൂടുതൽ കരുത്തരാക്കി, ലോകത്ത് ഉപയോഗമുള്ളവരാക്കി, സന്തോഷമുള്ളവരാക്കി, തെറ്റിപ്പോകാതെ അവരെ നിലനിർത്താൻ സാധിക്കും? ഹൗ ടു മേക്ക് ദം സ്റ്റാൻഡ് ടോൾ, സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് സ്റ്റാൻഡ് ഡിഫറൻറ്റ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സമൂഹത്തിലെ ചതിക്കുഴികളിലൊക്കെ പലപ്പോഴും വീണു പോകുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വ വികസനം തീരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ഒരിക്കലും വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കോ മാതാപിതാക്കൾക്കോ മനസ്സിലാകുന്നില്ല. അവരതിനൊരു പ്രാധാന്യവും മുൻഗണനയും പലപ്പോഴും കൊടുക്കാത്തതുകൊണ്ടാണ് അവരുടെ വ്യക്തിത്വത്തിൽ അവർക്ക് വലിയ വിള്ളലുകളുള്ളതും അത് കാരണം പല ചതിക്കുഴികളിലും അവർ പോയി വീഴുന്നതും. ചതിക്കുഴികളിൽ മാത്രമല്ല, പലപ്പോഴും ജീവിതം പരാജയമായി പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ പല രംഗത്തും തകർന്നു പോകുന്ന, തോറ്റുപോകുന്ന കുട്ടികളിലൊക്കെ കാണുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യക്തിത്വ വികസനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം വളരെ പ്രധാനമാണ് എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ രംഗത്തുള്ളവരും അതുപോലെ തന്നെ പേരൻസും അറിയാൻ വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് കരിയർ പരമായ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഇതിനെ പലപ്പോഴും ഒരു ബാക്ക് സീറ്റിലേക്ക് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, എത്ര വലിയ ഡിഗ്രികളും എത്ര വലിയ പഠനങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും ഈ വ്യക്തിത്വത്തിലെ കുറവുകൾ അവരെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് സംഭവിക്കാതിരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ അടുത്ത ദിവസം ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു വെബിനാർ നടത്തുകയുണ്ടായി. അതിലും കുട്ടികൾ സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയത്തോട് പ്രതികരിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം അവരത് പലപ്പോഴും തിരിച്ചറിയുന്ന പോലുമില്ല. ഇങ്ങനെയൊരു കാര്യമാണ് ഞങ്ങളെ സാമൂഹികപരമായി ഉയർന്നു നിൽക്കാൻ, പ്രതിരോധിച്ച് നിൽക്കാൻ കേപ്പബിൾ ആക്കുന്നതെന്ന് പലപ്പോഴും അവർ പോലും അവർക്കാരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കറേജാണ്. അതൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെയൊക്കെ ഒരു ഓപ്റ്റിമം ലെവലാണ്. ഒരു കറേജ്, ഒരു നോ പറയാനുള്ള കഴിവ്, അവനവനെ ജീവിക്കാനുള്ളൊരു കഴിവ്, ശരിയിൽ നിൽക്കാനുള്ളൊരു കഴിവ്, തെറ്റാണെന്ന് പറയാനുള്ളൊരു കഴിവ്. പലപ്പോഴും ഒരു കറേജ് ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും പേരൻസിന് തന്നെ കുട്ടികളിൽ ഈ കറേജും അസർട്ടീവ്നെസ്സും കോൺഫിഡൻസും ഒക്കെ ഉയരുന്നത് പേടിയാണ്. കാരണം അവരോട് നോ പറയാൻ ചാൻസ് ഉണ്ട്, അവർ പറയുന്ന പല കാര്യങ്ങളെ എതിർക്കാൻ ചാൻസ് ഉണ്ട്, പലതിനെയും ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് ധൈര്യമായിട്ട് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കറേജ്. കാരണം കറേജ് ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം നിലനിൽക്കുള്ളൂ, ബാക്കി എല്ലാത്തിനെയും അവർക്ക് അവരുടെ ലൈഫിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കറേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അവർ ഹാപ്പി ആകാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ, മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ അവരുടെ പഠനപരമായിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാത്തതിൽ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളാണ് കുട്ടികൾ ഹാപ്പി ആകാതെ പോകുന്നതിൻ്റെ കാര്യം. അമിതമായ പ്രഷർ, അമിതമായ എക്സ്പെക്റ്റേഷൻസ്, കമ്പാരിസൺസ്, ഇതൊക്കെ തന്നെ കുട്ടികളിൽ ഹാപ്പിനെസ് വളരാതിരിക്കാനുള്ള കാരണങ്ങളാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഹാപ്പി ആയിട്ടുള്ള കുട്ടികൾ വഴിതെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഹാപ്പി ആയിട്ടുള്ള കുട്ടികൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കുട്ടികളിലൊരു ഹാപ്പിനെസ് ക്വോഷ്യൻ്റ് നിലനിർത്താനായിട്ട് വളരെ പ്രധാനമായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ ഹാപ്പി ഹോർമോണുകളൊക്കെ ശരീരത്തിൽ കൂടണമെങ്കിൽ അവർക്ക് നല്ല ആക്ടിവിറ്റീസ്, ഓട്ടം, കളി, എൻ്റർടൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ ഒരു ആത്മാഭിമാനം ഒക്കെ ഉയരണം. പ്രത്യേകിച്ച് വ്യായാമം പോലും പല കുട്ടികളിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ഹാപ്പി ഹോർമോൺസൊക്കെ കുറയാനോ അവർ വളരെ ഡള്ളാവാനോ ഒക്കെ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ സൈബർ അഡിക്റ്റുകളൊക്കെ ആയി മാറുന്ന കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇരുന്ന കുട്ടികളാണ്. അപ്പോൾ അവസാനം വെർച്വലായിട്ടുള്ള വേൾഡിലൊക്കെ പല പരീക്ഷണങ്ങൾക്കും ഇറങ്ങുകയും വഴിതെറ്റുകയും വീണു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഹാപ്പിയാക്കി നിലനിർത്തുക, അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട് വളരെ പ്രധാനമായിട്ട് അവരിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വാല്യൂസാണ്. അവരുടെ മനോവ്യാപാരങ്ങളെ അറിയുക, അവരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകളെ അറിയുക, ഓരോ വിഷയങ്ങളോടും അവരെങ്ങനെ പ്രതികരിക്കുന്നെന്നറിയുക, അവരുടെ വാല്യൂസ് എവിടെ നിൽക്കുന്നു, ആ വാല്യൂസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എന്തെല്ലാം വാല്യൂസ് അവരിൽ ബലപ്പെടുത്തണം,
പലപ്പോഴും വാല്യൂസ് നമുക്ക് ഉപദേശിച്ച് കുട്ടികളിൽ എത്തിക്കാൻ കഴിയില്ല, അത് മോഡൽ ചെയ്യുക തന്നെ വേണം. അപ്പോൾ പേരൻസ് ആ രീതിയിൽ മോഡൽ ചെയ്യുന്നവരായിരിക്കണം, അവരുടെ അധ്യാപകർ നല്ല വാല്യൂസ് ഉള്ളവരായിരിക്കണം, മുതിർന്നവർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നത്, അവിടെ ഉപയോഗിച്ച വാല്യൂ സിസ്റ്റം എന്താണ്, ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടു വളരുന്നത്. അവർക്ക് കണ്ടു വളരാനും കേട്ട് വളരാനും അനുഭവിച്ച് വളരാനും ഒക്കെ നല്ല വാല്യൂ സിസ്റ്റം ഉള്ളൊരു വേൾഡ് അവർക്ക് ചുറ്റും വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവസാനമായിട്ട് പറയാനുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളതാണ്. ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടൊക്കെ അവർക്ക് ലക്ഷ്യങ്ങൾ വേണം. എല്ലാ കുട്ടികളും ഒരു ലോങ് ടേം ലക്ഷ്യമൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ടെത്തിയെന്നൊന്നും വരില്ല. പക്ഷേ ഷോർട്ട് ടേം ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുക, ഒരു സ്കില്ല് പഠിക്കുക, ഇതിനൊക്കെ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൊടുക്കുക. ആ ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഒരു മൂവിങ് ഗോൾ കോൺസെപ്റ്റ് എന്ന് പറയും. ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് അവരെ അതിന് സപ്ലിമെൻ്റ് ചെയ്യുന്ന, കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അടുത്ത ലക്ഷ്യങ്ങളിലേക്ക് അവരെ നിലനിർത്തുക. അത് അവർക്ക് പ്രാപ്യമായതായിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം, അവരുമായിട്ടൊരു വൈകാരികത നിലനിൽക്കുന്നതായിരിക്കണം. എങ്കിലേ ലക്ഷ്യങ്ങൾ അവരുടേതാവുള്ളൂ. പലപ്പോഴും എന്താ കുഴപ്പം, നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആ ലക്ഷ്യത്തിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പം എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളിൽ ഒരു മെജോറിറ്റിയും അത് ലക്ഷ്യമുള്ളവരല്ല. അതുതന്നെയാണ് വെറുതെ പോവുക, ഒരു പാർക്കിൽ പോയിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുക, തിരിച്ചു വരിക. നീറ്റൊക്കെ ഇപ്പോൾ 5-ാം തീയതി നീറ്റിൻ്റെ പരീക്ഷ കഴിയുമ്പോൾ ഒരുപാട് കുട്ടികളാണ് അക്ഷരാർത്ഥത്തിൽ കൺഫ്യൂസ്ഡ് ആകാൻ പോകുന്നത്. കാരണം അവരവിടെ വെറുതെ പോയിരുന്നവരാണ്. അങ്ങനെയുള്ളവരല്ല. എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ച് നീറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അവർക്കൊരു ഇൻറ്റിമസി ഉണ്ട് അതിനോട്. അത്തരം കുട്ടികൾ തെറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അല്ലാത്തവരെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ ആകുമ്പോൾ വഴിതെറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. നിരാശയുള്ള കുട്ടികളെയും വിഷമങ്ങളുള്ള കുട്ടികളെയും സന്തോഷമില്ലാത്ത കുട്ടികളെയും ഒക്കെയാണ് പുറത്ത് സംഘടിതരായി നിൽക്കുന്ന തെറ്റിൻ്റെ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുന്നത്. അവർ വളരെ സംഘടിതരാണ്. പലപ്പോഴും അതാണ് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. അതുകൊണ്ട് കുട്ടികളിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഉറപ്പാക്കിയാൽ അവരുടെ വ്യക്തിത്വം രൂപാന്തരപ്പെടുകയും അവർ അസർട്ടീവ് ആവുകയും അവരെത്തേണ്ടിടത്ത് അവരെത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. എത്രയൊക്കെ ശ്രമിച്ചാലും അതത്ര പൂർണ്ണമായും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഇതൊരു ഇലക്ട്രോണിക് ഉപകരണമൊന്നുമല്ല. മനുഷ്യനാണ്, അതിൻ്റേതായ കുറവുകളൊക്കെ കാണും. എങ്കിലും പരിശ്രമം തുടരാം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.